ഒരു നഗരത്തിലെ വലിയൊരു കമ്പനിയിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു പ്രകാശ്. പണവും പദവിയും കൂടിയപ്പോൾ അയാൾക്ക് അഹങ്കാരവും കൂടി. പ്രകാശിന്റെ പ്രായമായ അമ്മയും ഭാര്യയും ഒരു മകനും അടങ്ങുന്നതായിരുന്നു ആ കുടുംബം. പ്രായം ചെന്നതോടെ അമ്മയുടെ കൈകൾ എപ്പോഴും വിറയ്ക്കുമായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ കൈവിറച്ച് പലപ്പോഴും പ്ലേറ്റുകൾ താഴെ വീണ് പൊട്ടുകയും മേശപ്പുറത്ത് ഭക്ഷണം ചിതറി വീഴുകയും ചെയ്യുമായിരുന്നു. ഇത് പ്രകാശിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. ഒരു ദിവസം അയാൾ ഭാര്യയോട് പറഞ്ഞു, ഇനി മുതൽ അമ്മ നമ്മളോടൊപ്പം ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ട, കൈവിറച്ചെല്ലാം വൃത്തികേടാക്കുകയാണ്. അയാൾ അമ്മയ്ക്കായി ഒരു പഴയ മരത്തിന്റെ ചെറിയ പാത്രവും ഒരു തടി സ്പൂണും വാങ്ങി നൽകി. എന്നിട്ട് അടുക്കളയുടെ ഒരു കോണിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ അമ്മയോട് കൽപ്പിച്ചു. ആ പാവം അമ്മ ഒന്നും മിണ്ടാതെ നിറഞ്ഞ കണ്ണുകളോടെ ആ മരപാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അച്ഛന്റെ ഈ ക്രൂരത പ്രകാശിന്റെ 7 വയസ്സുകാരൻ മകൻ നിശബ്ദമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന പ്രകാശ് കാണുന്നത് മകൻ തറയിലിരുന്ന് മരക്കഷ്ണങ്ങൾ ചെത്തിമിനുക്കി എന്തോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. അയാൾ മകന്റെ അരികിൽ ചെന്ന് സ്നേഹത്തോടെ ചോദിച്ചു, മോനെ, നീ എന്താണ് ഈ ഉണ്ടാക്കുന്നത്? ആ കുട്ടി ചിരിച്ചുകൊണ്ട് അച്ഛന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, അച്ഛാ, ഞാൻ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയുള്ള മരപാത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. എനിക്ക് വലുതായി കഴിയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഇതിൽ വേണം ഭക്ഷണം തരാൻ. മകന്റെ ആ ചെറിയ വാക്കുകൾ ഒരു വലിയ പ്രഹരം പോലെ പ്രകാശിന്റെ നെഞ്ചിൽ വന്ന് തറച്ചു. അയാൾ സ്തംഭിച്ചുപോയി. താൻ ഇന്ന് അമ്മയോട് കാണിക്കുന്ന അതേ ദ്രോഹം നാളെ തന്റെ മകൻ തന്നോടും കാണിക്കുമെന്ന സത്യം അയാൾക്ക് ബോധ്യമായി. അയാൾ വേഗം ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് മാപ്പു ചോദിച്ചു. അന്നു മുതൽ അമ്മയെ തിരികെ ഡൈനിങ് ടേബിളിൽ ഇരുത്തിയാണ് അവർ ഭക്ഷണം നൽകിയത്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറുന്നുവോ അത് കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. നാളെ അവർ നമ്മളോട് പെരുമാറുന്നതും അതുപോലെ തന്നെയായിരിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരു ബൂമറാങ് പോലെയാണ്. അത് എറിഞ്ഞവനിലേക്ക് തന്നെ തിരികെ വരും. അതാണ് കർമ്മ എന്നുള്ളത്.